ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അരവർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ജൂൺ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. നമ്മൾ 2026 ജനുവരി 1 ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ്. എല്ലാ ദിവസവും രാത്രിയിൽ ഈ ഒരു നൈറ്റ് ടോക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നു. എല്ലാ ദിവസവും 9 മണിക്ക് നമ്മൾ ഈ വചനം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് നന്ദി പറയാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അരവർഷം വളരെ പെട്ടെന്ന് ഈ ദിവസങ്ങൾ, ഈ മാസങ്ങളൊക്കെ കടന്നുപോയി. ഇതേ കഴിഞ്ഞ 6 മാസത്തോളമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് അനുഗ്രഹിച്ചതിനൊക്കെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. 6 മാസം ചെറിയൊരു കാലമല്ല അല്ലേ? കഴിഞ്ഞൊരു 6 മാസം നിങ്ങൾക്കുണ്ടായ എന്തോരം അനുഭവങ്ങളാണ്, എന്തോരം സങ്കടങ്ങൾ, വെല്ലുവിളികൾ, ഒത്തിരി സന്തോഷങ്ങൾ, ആനന്ദങ്ങൾ. ഇതിലെല്ലാം നമ്മൾ ഈശോയെ തിരിച്ചറിയാൻ നമുക്ക് പറ്റി. നമ്മുടെ സന്തോഷങ്ങളിൽ, ആനന്ദങ്ങളിൽ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാൻ പറ്റി. നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ വേദനകളിലൊക്കെ കൂടെ നിൽക്കുന്ന ആ കർത്താവിനെ, മുൻപേ നടക്കുന്ന ഈശോയെ തിരിച്ചറിയാനൊക്കെ നമുക്ക് പറ്റി. നമ്മുടെ കൂടെ ഈശോ ഉണ്ടായിരുന്നു. ആ ഒരു ബോധ്യം കൊണ്ട് വേണം നമുക്ക് ഈ 6 മാസം പൂർത്തിയാക്കി നാളെ ജൂലൈ മാസം ഈ 7ാമത്തെ മാസത്തിലേക്ക് കടക്കാൻ. കർത്താവിനെ അനുഗ്രഹിക്കുന്ന, കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന, ഇനിയും വെല്ലുവിളികൾ വന്നാലും മുൻപേ നടക്കുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന അടുത്തൊരു 6 മാസം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഇതേ 2026 തീരാൻ 6 മാസം കൂടെ ഉള്ളൂ. നമുക്കിനി ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളില്ലേ? എല്ലാം ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുക കേട്ടോ. ഒരു 6 മാസം കഴിയുമ്പോഴത്തേന് ശരിക്കൊക്കെ ഒരു റിവ്യൂ ഒക്കെ എടുക്കേണ്ടതാണ് നമ്മൾ. കർത്താവ് എങ്ങനെ പോകുന്നു എൻ്റെ ജീവിതം? നാട്ടുകാരോടും വീട്ടുകാരോടും എന്നല്ല, നമ്മളോട് തന്നെയും ഈശോയുടെ അടുത്ത് ഇരുന്നിട്ട് ചിന്തിക്കണം, കർത്താവ് എങ്ങനെ പോയി എൻ്റെ 6 മാസം? പ്രത്യേകിച്ച് ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടേ നമ്മളെല്ലാ ദിവസവും വചനം കേൾക്കുന്നു, ഷെയർ ചെയ്യുന്നു, അതൊക്കെ എഴുതി വെക്കുന്നു, വിശ്വസിക്കുന്നു. ഹൗ ഇസ് മൈ ലൈഫ് ഗോയിങ് ഓൺ? ഈശോയെ കൂട്ടുപിടിച്ച് ഈശോയുടെ സ്നേഹമൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നുണ്ടോയെന്ന്. അതോ എപ്പോഴും 2025 പോലെ ഇങ്ങനെ കിടന്ന് എഴയുകയാണോ, വിഷമിച്ചിരിക്കുകയാണോ, ദുഃഖിച്ചിരിക്കുകയാണോ, പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? മാറുന്നില്ലെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന വചനം നമ്മുടെ ഉള്ളിൽ ഫലം ചൂടുന്നില്ല എന്നൊക്കെയുള്ളതിൻ്റെ അടയാളമാണ്. ഫലം ചൂടണം. എനിക്ക് തോന്നുന്നു നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും ഈശോയുടെ ആ വചനം, നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വചനം എല്ലാം നൂറുമേനി ഫലം ചൂടുന്നുണ്ടെന്നാണ് കരുതുക. ഈ 7ാം മാസം ആരംഭിക്കുമ്പോഴേ ഞാനിങ്ങനെ ബൈബിളിൽ ഇങ്ങനെ ചുമ്മാ ഒരു റെഫറൻസ് ഇങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കി. അതായത് ഈ 7ാം മാസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അപ്പോൾ 1-2 സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു. എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം, സ്പെഷ്യലായിട്ട് തോന്നിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. നമ്മൾ 7ാം മാസത്തിലേക്ക് കിടക്കുകയാണല്ലോ. ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ 8ാമത്തെ അധ്യായം അതിൻ്റെ 4ാം വാക്യമാണ്. ജെനസിസ് 8:4. വചനം ഇങ്ങനെയാണ്: 7ാം മാസം 17ാം ദിവസം പെട്ടകം അറാറാത്ത് പർവ്വതത്തിൽ ഉറച്ചു. 7ാം മാസം 17ാം ദിവസം. നമ്മുടെ കണക്കിലുള്ള 7ാം മാസം അല്ല കേട്ടോ പഴയ നിയമത്തിൽ. എന്നാലും നമുക്കിപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജൂലൈ മാസത്തെക്കുറിച്ച് ഒരു ചിന്ത മാത്രം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് രാത്രിയിൽ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, വലിയ വെള്ളപ്പൊക്കം, ജലപ്രളയം, നോഹയുടെ ആ ഒരു സംഭവമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പതുക്കെ മഴയൊക്കെ കഴിഞ്ഞു, വെള്ളം പതുക്കെ 100-150 ദിവസം കൊണ്ട് ഇതിങ്ങനെ താഴാൻ വേണ്ടി തുടങ്ങി. 7ാം മാസമാണ് ഈ പെട്ടകം, നോഹയുടെ പെട്ടകം അറാറാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് ശാന്തമാകുന്ന, കർത്താവിൻ്റെ പ്രവൃത്തികൾ ഇനി ശരിക്കും തെളിഞ്ഞു കാണാൻ പോകുന്ന സമയമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കഴിഞ്ഞ 6 മാസമായിട്ട് ഇങ്ങനെ ഒരു പേടകത്തിൽ, കർത്താവിൻ്റെ സുരക്ഷിതമായ ഒരു പേടകത്തിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. ചുറ്റും പ്രളയം ഉണ്ടായി, ചുറ്റും പെരുമഴയുണ്ടായി, ചുറ്റും വലിയ അപകടങ്ങളുണ്ടായി. കൂടെ നിന്നവരെയൊക്കെ ചിലപ്പോൾ മിസ്സായി പോയിട്ടുണ്ടാകാം. നമ്മൾ മാത്രം ചിലപ്പോൾ ഒരു സേഫ് സോണിൽ, കർത്താവ് ഇങ്ങനെ ചിലപ്പോൾ പൊതിഞ്ഞു പിടിച്ച് പല രോഗങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിച്ച കഴിഞ്ഞ 6 മാസത്തെ ഒരു അനുഭവം നമുക്കുണ്ടാകാം. മഴ താന്നു, വെള്ളപ്പൊക്കം അവസാനിക്കുകയാണ്. പ്രതീക്ഷയുടെ പുത്തൻനാമ്പുമായിട്ട് ഒരു പ്രാവ് നമ്മുടെ പേടകത്തിലേക്ക് വരും. ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യം, ഈ മൗണ്ട് അറാറാത്ത് പർവ്വതത്തിൽ ഒന്ന് വിശ്രമിക്കുക, ഒന്ന് ശാന്തമാകുക. എന്ന് വെച്ചാൽ ഈശോയാകുന്ന ഈ പർവ്വതത്തിന്മേൽ ഒന്ന് ഉറച്ചു നിന്ന് അല്പസമയം ഒന്ന് ശാന്തമാകാനുള്ള സമയമാണിത്. 6 മാസം പൂർത്തിയായി, ഇനി ഒരു 6 മാസമുണ്ട്. ഈശോയുടെ മുമ്പിലേക്ക് എല്ലാം ഒന്ന് സറണ്ടർ ചെയ്ത് ഒന്നുകൂടെ, കർത്താവെ, കഴിഞ്ഞ 6 മാസത്തെ എൻ്റെ വെല്ലുവിളികൾ, എൻ്റെ നേട്ടങ്ങൾ, എൻ്റെ സഹനങ്ങൾ, എൻ്റെ ആനന്ദങ്ങൾ, ഇതാ ഈ പർവ്വതത്തിൽ, അങ്ങാകുന്ന ഈ മലമുകളിൽ ഞാൻ എല്ലാം ഒന്ന് വെച്ച് ശാന്തമാവുകയാണ്. ഈശോയ്ക്ക് നന്ദി പറയണം. നാളെ 7ാം മാസം ആരംഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധിക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും നാളെ ഒന്ന് പരിശുദ്ധ ബലി അർപ്പിക്കണം കേട്ടോ. മറന്നു പോകാതെ ബലി അർപ്പിക്കാൻ വേണ്ടി നോക്കണം. അടുത്ത 6 മാസത്തേക്കുള്ളൊരു കൃപ നാളത്തെ പരിശുദ്ധ ബലിയിൽ നിന്ന് കിട്ടട്ടെ. ഈശോയുടെ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റട്ടെ. യോഹന്നാൻ 15:15 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. ഹീസ് കോളിങ് യു ഫ്രണ്ട്സ്. എന്ന് വെച്ചാൽ കൂടെ നടന്ന്, വന്ന്, മുൻപേ നടന്ന്, ചേർത്ത് പിടിച്ച് കഴിഞ്ഞ 6 മാസം നമ്മളെ പൊതിഞ്ഞു പിടിച്ച കർത്താവ് ഇതാ ഇപ്പം നന്ദി പറയുന്നവരെ, നാളെ ബലിയർപ്പിക്കുന്നവരെ, നാളെ വചനം വായിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നവരെ കർത്താവ് ഇതാ സ്നേഹിതന്മാരെന്ന് വിളിക്കുകയാണ്. ഈശോയുടെ കൂട്ട് കിട്ടിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ശക്തമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. ഞാൻ ഈ 2026 കഴിഞ്ഞ 6 മാസങ്ങൾക്കിടയിൽ വായിച്ച ഏറ്റവും നല്ല പുസ്തകങ്ങളൊന്നായിരുന്നു ദ ഹാപ്പിയസ്റ്റ് മാൻ ഓൺ എർത്ത്. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ മാസം തന്നെയാണെന്ന് തോന്നുന്നു എന്തോ ഒരു റെഫറൻസിൽ ഇങ്ങനെ പറഞ്ഞു തോന്നുന്നു. എഡ്ഡി യാക്കു എന്ന് പറഞ്ഞുള്ള ഒരു ഈ സർവൈവറാണ്.
ഈ നാസി കിരാത ഭരണത്തിൻ്റെ സമയത്ത്, ഹിറ്റ്ലറിൻ്റെ ക്രൂരഭരണത്തിൻ്റെ സമയത്ത് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഒരു യഹൂദനായിരുന്നു. അദ്ദേഹത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അതിനകത്ത് നിന്നൊക്കെ അയാൾ സർവൈവ് ചെയ്ത് കയറിപ്പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ്. ദ ഹാപ്പിയസ്റ്റ് മാൻ ഓൺ എർത്ത്. 110 വയസ്സിലെങ്ങാണ്ടാണ് ആൾ മരിക്കുക. അയാൾ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, കുർട്ട്, KURT. എനിക്ക് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജർമ്മൻകാർ എന്നെ കളിയാക്കരുത്. KURT എന്നാണ് ഇംഗ്ലീഷിൽ അതങ്ങനെ എഴുതിയേക്കുന്നത്. കുർട്ട് എന്ന് വായിക്കാൻ തോന്നുന്നു അല്ലേ? നമ്മൾ കുരുട്ടുകൾക്കൊക്കെ അങ്ങനെ വായിക്കാൻ തോന്നും. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഈ ഓഷ്വിറ്റ്സ് ബിർക്കനോവിലെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഈ ഭയങ്കരമായ ബുദ്ധിമുട്ട്, ഇന്ന് മരിച്ചു പോകും നാളെ മരിക്കും എന്നൊക്കെയുള്ള ഭയത്തിൽ ഇങ്ങനെ ഇയാൾ നിൽക്കുമ്പോൾ ആകെ ഭക്ഷണത്തിനൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് മാത്രമാണ്. അതിങ്ങനെ അയാൾ തന്നെ ഒരു പാത്രമൊക്കെ ഉണ്ടാക്കി പുഴുങ്ങിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അയാളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട് കുർട്ട്. ഇപ്പോൾ ഇവർക്ക് ഒത്തിരി സഹനങ്ങളും വേദനകളൊക്കെ വരുമ്പോഴത്തേന് ഈ എഡിയാക്കു പറയുന്നുണ്ട്, എനിക്ക് പിടിച്ചു നിൽക്കാൻ, എനിക്ക് ജീവിച്ചിരിക്കാനുള്ള ഏറ്റവും വലിയ ആശ്വാസം ഈ കൂട്ടുകാരൻ ഒരു സഹോദരനെ പോലെ, കുർട്ട് അവിടെ ഒരു സഹോദരനെ പോലെ എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം പെട്ടെന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്. മരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളാണ്. അത്ര മരണത്തെക്കാൾ ഭീകരമാണ് അവിടുത്തെ ജീവിതം. എന്നിട്ടും അയാൾ പറയുകയാണ്, എനിക്ക് പിടിച്ചു നിൽക്കാൻ ദർ വാസ് ഓൺലി വൺ റീസൺ, ബിക്കോസ് ഐ ഹാഡ് എ ഫ്രണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, കുർട്ട്. ഈശോയെ നമ്മളിന്ന് ചിന്തിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ ജീവിതമൊന്നും ആയിരിക്കില്ല നമ്മൾ. എഡിയാക്കു ജീവിച്ചതുപോലെ എല്ലാ ദിവസവും മരണത്തെ പേടിച്ച് നിൽക്കുന്ന ഒരു ജീവിതമൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ബോധ്യമാണ്, ഈശോ എന്നൊരു കൂട്ടുകാരൻ, ഒരു ദൈവം, ഒരപ്പൻ നമുക്കുണ്ടെന്ന്. പണ്ടും കണ്ടോ കേട്ടൊരു പാട്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ? വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. എന്തൊരു വലിയ സ്നേഹിതനെയാണ് നമ്മൾ ഈശോയിൽ കാണുന്നത്. കഴിഞ്ഞ 6 മാസം കൂട്ടുനിന്ന ഈശോയെ നിങ്ങൾ ഓർക്കണം. എഡിയാക്കുന് കുർട്ട് കൂട്ടായിരുന്നത് പോലെയല്ല, അതിനേക്കാൾ വലിയൊരു കൂട്ടായിട്ട് ഈശോ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് പിടിച്ചു നിൽക്കാൻ. എഡിയാക്കുന് പിടിച്ചു നിൽക്കാൻ ഈ കുർട്ട് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ റീസൺ ആയിരുന്നെങ്കിൽ, നമുക്ക് പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ റീസൺ എഡിയാക്കോ അത് തിരിച്ചറിഞ്ഞില്ല. പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റണം, ഈശോയാണ്. ആ ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. എനിക്കെന്തൊരു വലിയ കൂട്ടുകാരൻ, എനിക്കെന്തൊരു ശക്തനായ സ്നേഹമുള്ള ഒരു ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളതെന്നുള്ള ബോധ്യത്തിൽ പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ കടക്കണം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. ഈ ജൂലൈ മാസം 9 തീയതി മുതൽ 12 വരെ നമ്മുടെ 24ാമത്തെ ഹീൽ ധ്യാനം പാമ്പാടിയിലെ ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ്. വരാൻ താല്പര്യപ്പെടുന്നവർ, അതിന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കൊടുത്തേക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം. വലിയൊരു ദൈവാനുഭവത്തിൻ്റെ ദിവസമായിരിക്കും. കഴിഞ്ഞ 23ാമത്തെ ഹീൽ ധ്യാനത്തിൽ പങ്കെടുത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. 24ാമത്തെ ഹീൽ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വരിക. നമുക്കൊരു 100 പേർക്കുള്ള കപ്പാസിറ്റി ഉള്ള ഒരു കുഞ്ഞ് ധ്യാനകേന്ദ്രമാണ്. വരിക, പ്രാർത്ഥിക്കുക, നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത 7 മാസം വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ഈശോ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനെ, ആ ശക്തനായ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റട്ടെ. ഇപ്പോൾ ഈ അറാറാത്ത് പർവ്വതത്തിൽ അല്പം ഒന്ന് വിശ്രമിക്കുക, ഇന്ന് രാത്രിയിൽ ശാന്തമാവുക, ഈശോയ്ക്ക് നന്ദി പറയുക. വെള്ളപ്പൊക്കം താണതിനും വെള്ളപ്പൊക്കത്തിൽ തകരാതിരുന്നതിനും പ്രതീക്ഷയുടെ ഒരു വെള്ളരിപ്രാവിനെ അയച്ചതിനും എല്ലാം കർത്താവിന് നന്ദി പറയുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.